പ്രിയമുള്ളവരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ലഭിക്കാതെയായതോടെ ദുരിതത്തിലായിരിക്കുന്നു പാലിയേറ്റീവ് കെയർ ജീവനക്കാർ. ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് 4 മാസമായി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കിട്ടിയിട്ടില്ല, അവസാനത്തെ ഗഡു. ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ ഗഡുവും കിട്ടിയിട്ടില്ല. മാർച്ചിന് ശേഷം 1 രൂപ പോലും ശമ്പളം ലഭിച്ചിട്ടില്ലെന്നാണ് പാലിയേറ്റീവ് ജീവനക്കാർ പറയുന്നത്. രോഗികൾക്കുള്ള മരുന്ന് വാങ്ങാനും പണം ലഭിച്ചിട്ടില്ല. പെട്രോൾ പമ്പുകളിൽ കടം പറഞ്ഞാണ് നിലവിൽ പാലിയേറ്റീവ് കെയറിന്റെ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നത്. പഞ്ചായത്തുകൾക്ക് ഫണ്ട് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. എനിക്ക് ശമ്പളം കിട്ടിയിട്ട് കഴിഞ്ഞ മാർച്ചിൽ കിട്ടിയതാണ്. ഏപ്രിലില്ല, മെയ്യില്ല, ജൂണില്ല, ജൂലൈ ഇന്ന് 23 ഈ 4 മാസക്കാലം ശമ്പളം ഇല്ലാതെയാണ് ഓടുന്നത്. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരുണ്ട്. അവർക്കും എന്നെ പോലെയാണ് ഈ 4 മാസമാണ് ശമ്പളം കിട്ടിയിട്ടുള്ള സ്ഥിതി. ഈ വാഹനത്തിന് എണ്ണയെടുക്കും പമ്പുകാർക്കും അതുപോലെ തന്നെ 4 മാസമായിട്ട് ഈ കടവാണ് 4 മാസമായിട്ട് പമ്പിൽ എണ്ണയടിക്കുന്നത്. അതും വലിയ ഞങ്ങൾക്ക് തന്നെ മടി തോന്നുന്നു. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം? വലിയ പ്രയാസമാണ് ഈ മേഖല നേരിടുന്നത്. പ്രത്യേകിച്ചും പാലിയേറ്റീവ് രംഗത്തുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് പാലിക്കണം. കുട്ടികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. കുട്ടികൾക്കും രോഗികൾക്ക് കഴിഞ്ഞ മരുന്നുകൾ പുതിയതായി വാങ്ങാൻ കഴിയാത്ത അവസ്ഥ. അവർക്ക് പരിചരണ രംഗത്ത് തുടർന്നുള്ള പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് മേഖലയുമായി നിൽക്കുന്ന ബന്ധപ്പെട്ട ഡെയിലി ബേസുകാരെ ഡ്രൈവർമാർക്ക് അങ്ങനെ എല്ലാവർക്കും മരുന്ന്, അതുപോലെ അംഗനവാടി കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ, അവർക്ക് ആശ്രയ പദ്ധതികൾക്കുള്ള കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് കൃഷിക്കാർക്ക് ഉഴവുകൂലി, അങ്ങനെ വ്യത്യസ്ത എല്ലാ മേഖലയിലും ഫണ്ടുകളിൻ്റെ അപര്യാപ്തം മൂലം ഫണ്ട് പഞ്ചായത്തിൽ വരാത്തത് കൊണ്ടും വലിയ പ്രയാസം നിൽക്കുന്നുണ്ട്. ഇക്ബാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം പ്രതിസന്ധിയിലായിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ ഗഡുവും ഈ സർക്കാരിന്റെ കാലത്തെ ആദ്യ ഗഡുവും ഇതുവരെ ലഭ്യമായിട്ടില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ പോലും ഇപ്പോൾ നൽകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ? ഇക്ബാൽ റക്കൽ. അരുൺകുമാർ, പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലുള്ള പാലിയേറ്റീവ് കെയറിലെ ജീവനക്കാരൻ ബാബുവിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്ത് അധ്യക്ഷനായിട്ടുള്ള ബിജുവിൻ്റെയും പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ എലപ്പുള്ളി പഞ്ചായത്തിൽ ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഈ പഞ്ചായത്ത് ഫണ്ട് അത് വെട്ടിക്കുറച്ചു. ആ വെട്ടിക്കുറച്ച ഫണ്ട് പോലും ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 4 മാസമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ പഞ്ചായത്ത് ഭരണസമിതി തന്നെ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളെല്ലാം ഏകദേശം ഇപ്പോൾ നിലച്ച സ്ഥിതിയിലാണുള്ളത്. 4 മാസമായി പാലിയേറ്റീവ് കെയറിലെ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല ഡ്രൈവർക്കോ നഴ്സുമാർക്കോ ഈ ശമ്പളം ലഭിക്കുന്നില്ല എന്നതിന് അപ്പുറത്തേക്ക് അവിടെ പാലിയേറ്റീവ് കെയറിൽ നിന്ന് സഹായം ലഭിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇപ്പോൾ മരുന്ന് പോലും നൽകാൻ സാധിക്കുന്നില്ല. അവർക്ക് വേണ്ട അത്യാവശ്യ സഹായങ്ങൾ പോലും നൽകാൻ നിലവിൽ സാധിക്കുന്നില്ല. തുക ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പാലിയേറ്റീവ് കെയറിലെ ജീവനക്കാർ പറയുന്നത്. എന്തുകൊണ്ട് തുക ലഭിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ ഫണ്ട് ലഭിക്കുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ പാലിയേറ്റീവ് കെയറിനുള്ള തുക നൽകുക എന്നൊരു ആശങ്കയോടുകൂടിയുള്ള മറുപടിയാണ് ഇപ്പോൾ പഞ്ചായത്ത് അധ്യക്ഷനായിട്ടുള്ള ബിജു ഉൾപ്പെടെ നമ്മളോട് തിരികെ ചോദിക്കുന്നത്. ഈ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അംഗൻവാടി കുട്ടികൾക്കുള്ള പോഷകാഹാര വിതരണം നിലച്ചിട്ടുണ്ട്. മാത്രമല്ല, ആശ്രയ പദ്ധതികൾ വഴിയുള്ള കിറ്റുകളുടെ വിതരണം നിലച്ചു. കർഷകർക്ക് ഉഴവുകൂലി നൽകുന്ന പദ്ധതിയുണ്ട് പഞ്ചായത്തുകൾക്ക് കീഴിൽ. ആ പഞ്ചായത്തിന് കീഴിലുള്ള ആ പദ്ധതികളെല്ലാം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സ്ഥിതിയാണ്. ഏറ്റവും കൂടുതൽ ഇത് രൂക്ഷമായി ബാധിച്ചിട്ടുള്ളത് ഈ പാലിയേറ്റീവ് കെയറിനെയാണ്. കാരണം ഒരുപാട് കിടപ്പ് രോഗികൾ വലിയ രീതിയിൽ സഹായമായി കണ്ടിരുന്ന ഒരു പദ്ധതിയാണ് ഈ പാലിയേറ്റീവ് കെയർ പദ്ധതികൾ. അത് പൂർണ്ണമായും നിലക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. ആ ജീവനക്കാർ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് തങ്ങൾക്ക് ഓരോ രോഗികളുടെയും മുന്നിലേക്ക് എത്താൻ മടി തോന്നുകയാണ്. കാരണം എല്ലാ മാസവും കൃത്യമായി മരുന്നുകൾ നൽകിയിരുന്നു. ഇപ്പോൾ മരുന്ന് എവിടെ നിന്ന് നൽകും? ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് ആ വീടുകളിലേക്ക് പോകുമ്പോൾ മരുന്ന് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊരു മറുപടി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കി പറയും എന്നുള്ളതാണ് ആ ജീവനക്കാർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ മരുന്ന് വാങ്ങി നൽകാനുള്ള തുക നൽകണം. അതിനോടൊപ്പം തന്നെ കുടിശ്ശികയായി 4 മാസം ശമ്പളം നിൽക്കുന്നുണ്ട്, ആ തുക നൽകണം. അതുപോലെ തന്നെ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കുന്നത് കടം പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ അവിടെ പമ്പുകളിലെല്ലാം ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ജീവനക്കാരും പമ്പിലെ ആളുകളെല്ലാം മുഖം ഒന്ന് കറുപ്പിച്ചാണ് അവരുടെ മുഖത്തേക്ക് നോക്കുന്നത്. കാരണം എത്ര ദിവസം ഇങ്ങനെ കടം നൽകുമെന്നുള്ളതാണ് പമ്പുകാരുടെയും ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെല്ലാം എത്രയും പെട്ടെന്ന് മാറ്റണമെങ്കിൽ സർക്കാർ ഇടപെടണം. വെട്ടിക്കുറച്ച ഫണ്ടാണ്. ആ ഫണ്ടെങ്കിലും തങ്ങൾക്ക് എത്രയും പാലിയേറ്റീവ് സേവനങ്ങൾ തടസ്സപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിതരണം നിലച്ചിരിക്കുന്നു. ഫസ്റ്റ് ഗഡു കൊടുത്തിട്ടില്ല പുതിയ സർക്കാർ. ലാസ്റ്റ് ഗഡു കഴിഞ്ഞ സർക്കാരും കൊടുത്തിട്ടില്ല. ഇത് വലിയ ദുരിതമാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കാണെങ്കിലും.